ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഹസ്ബൻഡ് റീസെന്റ് ആണ് ജർമ്മനിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ നാട്ടില് സ്പൗസ് വിസയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വിസ ഇന്റർവ്യൂവിന് സബ്മിറ്റ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പാസ്പോർട്ടിന്റെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വാലിഡിറ്റി ആണ് പാസ്പോർട്ടിന്റെ. അപ്പൊ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 ഇയർ എങ്കിലും മിനിമം വാലിഡ് ആയിരിക്കണം നമ്മുടെ പാസ്പോർട്ട്. അപ്പൊ പിന്നെ വേണ്ടത് ആപ്ലിക്കേഷൻ ഫോം, അതുപോലെ തന്നെ ഡിക്ലറേഷൻ ഫോം, കോണ്ടാക്ട് ഇൻഫോർമേഷൻ ഫോം, അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റിനെയർ. അപ്പൊ ഇതെല്ലാം കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്ത് വെക്കണം. അപ്പൊ നെക്സ്റ്റ് വേണ്ടത് പേഴ്സണൽ കവറിംഗ് ലെറ്റർ ആണ്. അപ്പൊ കവറിംഗ് ലെറ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പർപ്പസ് ഓഫ് വിസിറ്റ്, പിന്നെ നമ്മൾ എത്ര നാള് ഇവിടെ സ്റ്റേ ചെയ്യും, ജർമ്മനിയിൽ സ്റ്റേ ചെയ്യും എന്നുള്ളത് അതും മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ ജർമ്മനിയിലുള്ള സ്പൗസ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇതും കൂടെ നമ്മൾ ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് പാസ്പോർട്ടിന്റെ കോപ്പിയാണ്. അത് വൈഫിന്റെ ഹസ്ബൻഡിന് രണ്ടുപേരുടെയും പാസ്പോർട്ടിന്റെ കോപ്പി വേണം, ഫ്രണ്ട് പേജും ബാക്ക് പേജും അതിന്റെ കോപ്പിയും. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ അകത്ത് സ്റ്റാമ്പ് ചെയ്ത എല്ലാ പേജസിന്റെയും കോപ്പീസും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പം അതെല്ലാം പ്രിന്റ് എടുക്കണം. അപ്പൊ നെക്സ്റ്റ് വേണ്ടത് മെൽഡബഷനും ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് റെസിഡൻസ്. അപ്പൊ ഇതിന്റെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പുതിയ വീട് എടുക്കുമ്പോഴത്തേക്കും ഒരാൾക്ക് ഇവിടെ 13 ക്വാഡ്രാമീറ്റർ ആണ് വേണ്ടത്. അപ്പൊ ഹസ്ബൻഡിനെയും കൂടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ 26 ക്വാഡ്രാമീറ്റർ ഉള്ള വീടാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് ജർമ്മനിയിലുള്ള സ്പൗസിന്റെ ഔഫൻഹാൽറ്റിറ്റില്, അതായത് ജർമ്മനിയിലെ വിസ, അപ്പൊ അതിന്റെ ഒരു കോപ്പിയും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ പള്ളിയിൽ നിന്നാണ് കല്യാണം നടത്തിയെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റും നമ്മൾ കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് നമ്മുടെ കല്യാണം നടന്ന സമയത്തുള്ള 10 ഫോട്ടോസ് ആണ്. അപ്പൊ ആ ചടങ്ങിന്റെ സമയത്തുള്ള നമ്മുടെ 10 ഫോട്ടോസും നമ്മൾ വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് ആപ്ലിക്കന്റിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും അതുപോലെ നെയിമും എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേണ്ടത് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ അത് നിർബന്ധമില്ല. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സബ്മിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ കയ്യിൽ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള സ്പൗസിന്റെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് കയ്യിൽ വെച്ചേക്കാം. അവരേതാണോ ചോദിക്കുന്നത് നമുക്കത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് നമ്മൾ ബയോമെട്രിക് സൈസിലായിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ അതും കൂടെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സ്പൗസ്, ജർമ്മനിയിലുള്ള നമ്മുടെ സ്പൗസിന്റെ ആർബൈറ്റ് ഫെട്രാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ്, ഇവിടുത്തെ ജർമ്മനിയിലെ വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ 3 മാസത്തെ സാലറി സ്ലിപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനാണെങ്കിൽ എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകേണ്ടതെന്നുള്ളതിന്റെ ഓർഡർ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അത് നമ്മൾ സ്റ്റാപ്ലർ ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിന്റെയും 2 കോപ്പി വീതം കൊണ്ടുവരണം, എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും. കാരണം 2 എണ്ണം നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ കൊണ്ടുപോകാൻ നേരത്തെ 3 എണ്ണം എടുത്തായിരുന്നു. കാരണം എന്തെങ്കിലും കാരണവശാൽ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് 3 എണ്ണം എടുത്തായിരുന്നു. അപ്പൊ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ